ഹലോ, നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് ബോട്ടി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഇക്കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കത് നന്നാക്കാനും ഉണ്ടാക്കാനും എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ ഉമ്മാനെ വിളിച്ച്. അപ്പോൾ നമ്മളത് കപ്പ മേടിച്ചിട്ട് കപ്പ നന്നായി ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുക്കറിൽ വെക്കണം. നല്ല വേവണം ഇട്ട് നല്ല കപ്പ നല്ല ഉടയണം. പിന്നെ നമ്മൾ ബോട്ടി നന്നാക്കി അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞിട്ട് ഉമ്മ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് അടുപ്പത്തിട്ട് നല്ല വേവിക്കണം. ബോട്ടി നല്ല വേവുള്ള സംഭവമാണ്. അപ്പോൾ അത് പുറത്താണ് ഉമ്മ വേവിക്കണത്. ഇതിൻ്റെ മണം നമ്മൾ അകത്തേക്ക് നല്ല എടുക്കണതുകൊണ്ട് നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് ആക്കുന്നത് കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമല്ല ഈ ഒരു സാധനം. എന്നാലും ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കണം, നമുക്കൊരു സന്തോഷമില്ല. അപ്പം മതിക്കുള്ള മസാല ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ കൊള്ളി നന്നായി ഇതേപോലെ വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ മസാലപ്പൊടി എല്ലാ മസാലപ്പൊടി ഇട്ടിട്ട് നല്ല അടിപൊളി മല്ലിച്ചപ്പൂ ഒക്കെ ഇട്ടിട്ട് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ബോട്ടി വേവിച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി വെക്കണം. പിന്നെ നമ്മൾ കൊള്ളി വേവിച്ചേക്ക് നമ്മൾ ഈ ബോട്ടിൻ്റെ മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കണം കേട്ടോ. നന്നായി മിക്സ് ചെയ്തിട്ട് ഫുള്ള് ഉടഞ്ഞ രൂപത്തിലാവണം. എന്നതിൻ്റെ ശേഷം അതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് ചെറുതാക്കി അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കൊള്ളിയും ബോട്ടിയും അല്ലെങ്കിൽ കപ്പയും ബോട്ടിയും കൂടെ തയ്യാറായിട്ടുണ്ട്. ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ.